അപ്പം മക്കളെ, നമ്മൾ ഇലക്ഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത 9-11 തീയതിയും 11 തീയതിയാണ് ഇലക്ഷൻ വരാനിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ടവരുടെ പേരുകൾ ഈ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിനെങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. അതിന് വേണ്ടിയിട്ടേ അതിൻ്റെ ഗൂഗിൾ എടുക്കട്ടോ. ഗൂഗിൾ എടുത്ത് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ വെക്കണ ഈ ലിങ്കിൽ കയറുക കേട്ടോ. ജസ്റ്റ് ആ ലിങ്കിലൊന്ന് കയറി കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. ഇതിൽ നമ്മുടെ ജില്ല, അതേമാതിരി ലോക്കൽ ബോഡി, വാർഡ്, പോളിംഗ് സ്റ്റേഷന്, പിന്നെ ലാംഗ്വേജ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ജില്ല സെലക്ട് ചെയ്തു. അതിനുശേഷം ലോക്കൽ ബോഡി, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഏതാണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പഞ്ചായത്ത് തിരഞ്ഞെടുത്തു. പിന്നെ വാർഡ്, ഇതിൽ 1-ാം വാർഡ് തിരഞ്ഞെടുത്തു കേട്ടോ. ഇനി ഇതിൽ ഏത് പോളിംഗ് സ്റ്റേഷൻ 1-ാം വാർഡിൽ 2 സ്കൂളാണ് ഉള്ളത്. ഇതിൽ ഏതാണ് നമ്മളെ പോളിംഗ് സ്റ്റേഷൻ എന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഏത് ഭാഷയിലാണ്, ഇപ്പോൾ പേരുകളൊക്കെ ഇംഗ്ലീഷിലാണ് വേണ്ടിച്ച് മലയാളത്തിലാണ് വേണ്ടത് എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇവിടെ താഴെ വന്നിട്ട് ഈ ഒരു കോളത്തിലുള്ള ഈ ഒരു അക്കങ്ങൾ ഈ കോളത്തിൽ ഇവിടെ അടിച്ചു കൊടുക്കട്ടോ, ക്യാപ്ച. അതിനുശേഷം സെർച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അതാട്ടോ 1-ാം വാർഡിൽ ആ സ്കൂളിൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ ഫുൾ പേരുകൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എത്ര വോട്ടുണ്ട് 1-ാം വാർഡിൽ ഉള്ള ആൾ. ഇപ്പം എൻ്റെ പേരൊക്കെ ഇതിലുണ്ട് ഓൾറെഡി, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ അതിലുള്ള എല്ലാവരുടെ പേരും ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ പേരും ഇത്ര ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് കേട്ടോ. ഓക്കെ, മറ്റൊരു വീഡിയോ വീണ്ടും വരാം. നന്ദി, നമസ്കാരം, താങ്ക് യു.